ഔദ്യോഗിക ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും കൃഷിയെ ജീവശ്വാസമായി കാണുകയാണ് വയനാട് വെള്ളമുണ്ട പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സജി കെ.വി. കരയിലുള്ള കൃഷിയും പാടത്ത് ചെയ്യുന്ന കൃഷിയും സജിയുടെ കൈകളിൽ ഭദ്രമാണ്. പാരമ്പര്യമായി കിട്ടിയ കൃഷിഭൂമിയും സ്വന്തമായി വാങ്ങിയ കൃഷിഭൂമിയും അടക്കം 1.5 ഏക്കറിലാണ് സജിയുടെ കൃഷിയുള്ളത്. ഔദ്യോഗിക ജീവിതത്തിന്റെ സംഘർഷങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതാണ് ഈ കൃഷി എന്ന് സജി പറയുന്നു. പോലീസ് സർവീസിൽ ഇപ്പോൾ 26 വർഷം പിന്നിട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പോലീസ് സർവീസ് കയറുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ചാച്ചൻ്റെയും അമ്മയുടെയും കൂടെ കൃഷിയിലാണ് ആദ്യം കൂടുതലായി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കൃഷി എന്ന് പറയുന്നത് ചാച്ചൻ്റെയും അമ്മയുടെയും ആ കൂടെ തന്നെ എനിക്കും എൻ്റെ ജീവന് തുല്യമായിരുന്നു. വയൽ കൃഷിയും കരയിലെ കൃഷികളും ഒക്കെ ഞങ്ങൾ ഒന്നിച്ചാണ് എടുത്തുകൊണ്ടിരുന്നത്. നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരെല്ലാം കർഷക കുടുംബം തന്നെയാണ്. അങ്ങനെ ആ കർഷക കുടുംബത്തിൽ നിന്ന് ജനിച്ച് പോലീസ് സേനയിൽ അംഗമായെങ്കിലും എനിക്ക് ശരിക്കും ആ കൃഷിയിൽ നിന്ന് എൻ്റെ മനസ്സ് അതിൽ നിന്ന് പൂർണ്ണമായി മാറ്റാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സർവീസിൽ പോലീസിലെ ഈ സംഘർഷമുള്ള ആ ഒരു ടെൻഷനുള്ള ജോലിയിൽ ഞാൻ ഈ കൃഷിയിലും കൂടി ഒന്നിച്ച് അത് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും ഒരു നല്ലൊരു മാനസിക സംഘർഷം കുറയ്ക്കുന്നതിനും വളരെയധികം സന്തോഷം കിട്ടുന്നതിനും കൃഷി എന്നെ സഹായിക്കുന്നുണ്ട്. 100ഓളം എക്സോട്ടിക് കൃഷികളിൽ 45ഓളം ഫലവൃക്ഷങ്ങളുടെ പരിപാലന കൃഷിരീതിയാണ് ഇദ്ദേഹത്തിന്റെ കൃഷിയിലെ പ്രത്യേകത. 100 ഇനം വിദേശ പഴവൃക്ഷങ്ങളിൽ 70 ഇനം കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. നിയാസാക്കി മാവ്, 10 കിലോയിലധികം തൂക്കം വരുന്ന പൈനാപ്പിളുകൾ എന്നിവയും ഇദ്ദേഹത്തിന്റെ കൃഷിയിലുണ്ട്. മാങ്കോസ്റ്റിൻ കുടുംബത്തിൽപ്പെട്ട ഗാർസീനിയ മുണ്ടു എന്ന പഴവും പാകിസ്ഥാൻ മൾബറിയും കരിക്കിന്റെ രുചിയും ചെറുമധുരവുമുള്ള അബീബ് പഴവും ബൊളീവിയ സ്വദേശിയായ അച്ചാ ചെറുപഴവും കഴിച്ചാൽ മനുഷ്യന്റെ വിയർപ്പിന് സുഗന്ധമുണ്ടാക്കുന്ന കെപ്പൽ എന്ന പെർഫ്യൂം പഴച്ചെടിയും സ്വീറ്റ് സന്തോൾ എന്ന പഴച്ചെടിയും സൗത്ത് അമേരിക്കക്കാരനായ ബ്ലാക്ക് സപ്പോട്ട പഴവും ഫിലിപ്പീൻ സ്വദേശിയായ ലിപ്പോഡ് എന്ന പഴച്ചെടിയും യഹൂഡ് എന്ന പേരിൽ പെറു സ്വദേശത്ത് അറിയപ്പെടുന്ന വിദേശ കിഴങ്ങുകളും കൃഷിസ്ഥലത്തിൽ സൗന്ദര്യം വിടർത്തി നിൽക്കുന്നു. വിദേശത്ത് നിന്നും നമ്മളിവിടെ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ച 100ഓളം ഇനം എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെ കളക്ഷനാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെ കളക്ഷനൊപ്പം തന്നെ മാങ്കോസ്റ്റിൻ്റെ കൃഷിയുമുണ്ട്. 45ഓളം മാങ്കോസ്റ്റിൻ മരങ്ങൾ നമുക്ക് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. എക്സോട്ടിക് ഫ്രൂട്ട്സ് നമ്മൾ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ റിസ്ക് ഉള്ളൊരു കാര്യമാണ്. അത് തന്നെ നമ്മുടെ ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ വളരുന്ന ചെടികളാണോ ഇത്, അതുപോലെ ഇതിന് മെയിൽ ഫീമെയിൽ ഇഷ്യൂ ഉണ്ടോ, നമ്മുടെ നാട്ടിൽ കായ്ക്കുമോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം നമ്മുടെ ഏറ്റവും മൂല്യമുള്ള ഭൂമിയിൽ ഏറ്റവും നല്ല പഴം കിട്ടുന്ന ചെടികൾ നടുക എന്നതായിരുന്നു ഞാൻ ആദ്യമായി ചെയ്തത്. 10 സെന്റിൽ വ്യത്യസ്തമായ മത്സ്യങ്ങൾ വളരുന്ന മീൻകുളവും സജി കെ.വി. എന്ന പോലീസ് സബ് ഇൻസ്പെക്ടറിനുണ്ട് എന്നത് സമ്മിശ്ര കൃഷിയിൽ എല്ലാവരിൽ നിന്നും ഇദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നു. കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിവ് നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമനായ ഒരു അധ്യാപകൻ കൂടിയാണ് സബ് ഇൻസ്പെക്ടർ സജി കെ.വി. എന്ന കർഷകൻ.